പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയോട് ചേരാൻ കാണിക്കുന്ന ആവേശത്തിന് മുന്നിൽ മറുപടിയില്ലാതെ പാക് ഭരണകൂടം തോക്കു ചൂണ്ടിയും ഇന്റർനെറ്റ് നിരോധിച്ചും ജനകീയ വിപ്ലവത്തെ അടിച്ചമർത്താൻ നോക്കുന്ന പാക് സൈന്യത്തിനും അവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്കുമെതിരെ കടുത്ത ഭാഷയിലാണ് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ ഇന്ത്യയുൾപ്പെടെയുള്ള വിദേശ കൈകളാണെന്ന പാകിസ്ഥാന്റെ സ്ഥിരം പല്ലവിയെയും ഈ സമിതി പൂർണ്ണമായും തള്ളി. അവർ ചോദിക്കുന്നത്, കഴിഞ്ഞ 70 വർഷമായി ഇവിടം ഭരിക്കുന്ന നിങ്ങൾ ഇവിടത്തുള്ള ജനങ്ങൾക്ക് എന്താണ് നൽകിയത്? അടിസ്ഥാന അവകാശങ്ങൾ പോലും നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. സ്വന്തം കസേരയ്ക്കും രാഷ്ട്രീയ താത്പര്യങ്ങൾക്കും ഭീഷണി വരുമ്പോൾ മാത്രം രാജ്യസ്നേഹം പ്രസംഗിക്കുന്നവരാണ് പാകിസ്ഥാനിലെ ഭരണാധികാരികളെന്ന് ജനങ്ങൾ തുറന്നടിച്ചു. പുറത്തുനിന്നുള്ള ശക്തികളല്ല, ദശാബ്ദങ്ങളായി ഈ പ്രദേശം ഭരിച്ചു മുടിച്ചവരാണ് ഇപ്പോഴത്തെ ദയനീയ അവസ്ഥയ്ക്ക് ഉത്തരവാദികളെന്ന് അവർ പറയുന്നു. ജനങ്ങൾ തെരുവിൽ പട്ടിണി കിടക്കുമ്പോഴും ഒളിച്ചോടിയ പ്രധാന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇസ്ലാമാബാദിൽ ഒളിച്ചിരുന്ന് പ്രസ്താവനകൾ ഇറക്കുകയാണെന്നും അവാമി ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. ഭാരതത്തിൽ കശ്മീരിന്റെ കുതിപ്പും സമാധാന അന്തരീക്ഷവും പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനമോ ജീവിതമാർഗമോ കണ്ടെത്താതെ നിരന്തരം പാകിസ്ഥാന്റെ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു കള്ളപ്രചരണത്തിനും ജനങ്ങളുടെ മുന്നേറ്റം തടയാനാവില്ല എന്നാണ് ഈ നേതാക്കൾ പ്രഖ്യാപിക്കുന്നത്. സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്.